നമ്മളതിൽ പറഞ്ഞിട്ടുണ്ട്. PM ശ്രീ എന്ന് പറഞ്ഞാൽ അത് RSSന്റെ അജണ്ടയാണ്. കുട്ടികളെയൊക്കെ അത് പഠിപ്പിച്ചാൽ നമ്മുടെ നാട് ആകെ കുട്ടിച്ചോറാകും. ഗാന്ധിജിയുടെ സ്ഥാനത്ത് പിന്നെ ഗോഡ്സെയും അങ്ങനെയുള്ള ചരിത്രപരമായ വളച്ചുതിരിഞ്ഞുള്ള പദ്ധതികളാണ് അതിലുള്ളത്. അതൊക്കെ നാട്ടിന് വലിയ ആപത്തും നാശവും ഉണ്ടാക്കുന്നതാണെന്ന് സർക്കാരിന് നേരത്തെ ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അതൊരിക്കലും നടപ്പാക്കുന്നത് ഈ രാജ്യത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മതേതര സ്വഭാവത്തിനും ഒക്കെ ദോഷകരമായ സംഗതിയായിരിക്കുമെന്ന കാര്യം നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് രാഷ്ട്രീയമായ കളികളൊക്കെ ഉണ്ട്. കൃത്യമായി നമ്മൾ ഈ കാര്യത്തിൽ അതിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട് അത് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. നമ്മുടെ സംസ്ഥയുടെ പ്രസിഡന്റ് കാര്യം പറഞ്ഞതാണ്. അതതിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ടാവില്ല വിഷയം. അത് നമ്മളെ കൊടുത്ത നിവേദനത്തിൽ അത് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽസ് ആയിരുന്നു. അതുകൊണ്ട് മലപ്പുറം എന്നുള്ളതല്ല, ജനസാന്ദ്രത അനുസരിച്ചുകൊണ്ട് വിഭജിക്കണം. എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥാനത്തൊക്കെ തന്നെ ഒരു ഭരണത്തിന്റെ വ്യാപനം എല്ലാ സ്ഥലത്തും എത്തണമല്ലോ. ജില്ലയുടെ എല്ലാ ഭാഗത്തും എത്താൻ സൗകര്യത്തില് ആളുകളുടെ എണ്ണം അനുസരിച്ച് കൊണ്ട് അത് വിഭജിക്കണം എന്നുള്ളതാണ്. വിഭജിക്കേണ്ടത് എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ. മലപ്പുറത്ത് അങ്ങനെയാണ്, കൂടുതലാണ്. മലപ്പുറത്ത് മറ്റുള്ള ജില്ലകളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണെന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. രണ്ട് ഉദ്ദേശത്തിനായിരുന്നു ഈ സംഘം ഇന്ന് വന്നിരുന്നത്. ഒന്ന്, സമസ്തയുടെ 100ാം വാർഷികത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ആവശ്യങ്ങൾ, പ്രമേയങ്ങൾ, അതിനുശേഷം സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഗവൺമെന്റുമായി ഒരു ചർച്ച നടത്താനും പുതിയ ഭരണകൂടത്തെ അഭിനന്ദനം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പ്രധാന കാര്യം. അതോടൊപ്പം തന്നെ സുപ്രഭാത പത്രത്തിലെ 13ാം വാർഷിക ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ കൊണ്ട് നിർവഹിക്കാം എന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അത് നിർവഹിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ബഹുമാന്യനായ രമേശ് ചെന്നിത്തല വിഭാവനം ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ സമസ്ത അതിൽ വേണ്ട എല്ലാവിധ പിന്തുണയും നൽകുകയും ആ സംവിധാനത്തെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അങ്ങനെ മിനിയാന്ന് സമസ്ത ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്തയുടെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പോഷക സംഘടനയാണ് വിദ്യാഭ്യാസ ബോർഡ്. അതിന്റെ ആഹ്വാനവും അതിന്റെ അഭ്യർത്ഥനയും അതിന് പ്രത്യേകമായ ഒരു ക്യാമ്പയിൻ നടത്താൻ തീരുമാനിക്കുകയുണ്ടായി. 11,126 മദ്രസകളാണ് സമസ്തക്കുള്ളത്. ഈ 11,000-ൽ പരം മദ്രസകളിലും ആയിരക്കണക്കിന് അറബി കോളേജുകളിലും സ്ഥാപനങ്ങളിലും മഹല്ലുകളിലൊക്കെ വിവിധമായ പരിപാടികൾ, പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ അസംബ്ലി വിളിച്ചു ചേർത്തുകൊണ്ട് ഗവൺമെന്റ് ആവിഷ്കരിച്ചുള്ള തൂഫാൻ പദ്ധതിയോടൊപ്പം സമസ്ത പ്രത്യേകമായിട്ടുള്ള ഒരു വാരം, ഒരു ക്യാമ്പയിൻ ആചരിക്കുകയാണ്. ഇന്ന് ബഹുമാന്യനായ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആ ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുകയും അതിന്റെ ഉദ്ഘാടനം ഈ മാസം 20-ന് വിഴിഞ്ഞം, ഈ ഉസ്താദിന്റെ നാട്ടിൽ വെച്ച് വിഴിഞ്ഞത്ത് വെച്ച് അതിന്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനം നൽകാൻ വേണ്ടി ഡേറ്റ് തരികയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ സമസ്തയുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങളുണ്ട്. സമസ്ത കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടനയാണ്. മുഖ്യമന്ത്രിക്കറിയാം, മറ്റു മന്ത്രിമാർക്കറിയാം, നേതാക്കൾക്കറിയാം. കേരളീയ സമൂഹത്തിന് സമസ്തയെ പരിചയപ്പെടുത്തിയ പറയേണ്ട ആവശ്യമില്ല. അതിന്റെ ഒക്കെ ന്യായമായ ആവശ്യങ്ങൾ സമസ്ത മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിമാരുടെയും ഒക്കെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചയായിരുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റ് നേതാക്കളൊക്കെ തന്നെ ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളെ സന്തോഷപൂർവ്വം യാത്രയാക്കുകയും ചെയ്തിട്ടുള്ളത്. ബഹുമാന്യ ഉസ്താദ്മാർ എന്തെങ്കിലും കാര്യങ്ങൾ പറയാണ്ട് അത് പറയും. അതിന്റെ കോപ്പി നിവേദനത്തിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളതിന്റെ ആവശ്യകത കോപ്പി നിങ്ങൾക്ക് അത് തരാം. അത് മാത്രമാണ്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനെ ഉമർ ബൈസ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ സംഘത്തിന് വേണ്ടി അത് ലീഡ് ചെയ്യും. ബഹുമാന്യനായ ആദർശരി ഹംസകുട്ടി ഉസ്താദ് ഉണ്ട്, മറ്റു ഉസ്താദ്മാരും വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇടപെടേണ്ടതുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ പറയും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആദരവോട് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉമർ വൈസിയ ഇതിന്റെ ഒന്ന് ആമുഖമായി പറയേണ്ടതുണ്ടെങ്കിൽ പറയാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഓക്കെ. പുതിയ സർക്കാരാണ്. പുതിയ സർക്കാരിനെ സ്വാഗതം ചെയ്യുന്ന എന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ആവശ്യങ്ങൾ മുമ്പിൽ നിരത്തുക, നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്ന ഒരു പതിവനുസരിച്ച് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ
പല സംഗതികളും പൂർണ്ണമായി പിന്തുണ നൽകേണ്ട ചില പ്രഖ്യാപനങ്ങളാണ്. അതിൽപ്പെട്ടാണ് ഒന്ന് തൂഫാൻ പദ്ധതി. തൂഫാനെ സംബന്ധിച്ചിടത്തോളം മയക്ക് മരുന്നുകളും മദ്യങ്ങളൊക്കെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയതുപോലെ ഇവിടെ വേറെ ആരും നിഷിദ്ധാക്കിയിട്ടില്ല. അത് പൂർണ്ണമായും വിജയിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി മദ്രസാ തലങ്ങളിലും പള്ളികളിലൊക്കെ തന്നെ അതിന്റെ ഉദ്ബോധനങ്ങളൊക്കെ നടത്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തില് സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുക്കാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണെന്നത് കൊണ്ട് തന്നെ അക്കാര്യം അറിയിച്ചു. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വിപ്ലവം സൃഷ്ടിക്കാൻ സമസ്തക്ക് കഴിയും. അതിനു വേണ്ട പല പദ്ധതികളും നമ്മൾ അവരുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഇസ്ലാമിക് അറബിക് യൂണിവേഴ്സിറ്റി. അറബിക് ഭാഷ എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അറബിക് നാടുകളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ കേരളത്തിന് ജീവൻ നൽകുന്നത് തന്നെ അറബ് നാടുകളാണ്, ഇന്ത്യയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ആ ഭാഷയെ ഒരു പ്രധാന ഭാഷയായി കണക്കിലെടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടത് സർക്കാരിന്റെ കടമയാണെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് സർക്കാരും നേരത്തെ തന്നെ സർക്കാർ ആ ഭാഗം ഞങ്ങളോട് പ്രതീക്ഷ നൽകിയതാണ്. അതൊന്നുകൂടെ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മാനേജ്മെന്റിന്റെ അംഗീകാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ തന്നെ അതിന് മുൻകൈ എടുത്ത് വരുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ സംഗതിയാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വഖഫിനെ സംബന്ധിച്ചിടത്തോളം സമർപ്പിച്ചു. വഖഫിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം എന്നതുപോലെ തന്നെ സർക്കാരിന്റെ കീഴിലുള്ള ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെയും ഒക്കെ പ്രാതിനിധ്യം ചില സംഘടനകളിലൊക്കെ വിദ്യാഭ്യാസ സർക്കാരിന്റെ ബോർഡുകളിലൊക്കെ ഇതിന് പ്രാധാന്യം വേണ്ട ആവശ്യകത സംബന്ധിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അനുകൂലമായ പ്രതികരണമാണ് സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും അതുപോലെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് കണ്ട് നിവേദനം നടത്തി പിരിഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്ത നിവേദനത്തിന്റെ കോപ്പി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാണ് പറയാനുള്ളത്.